എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡാലിയ കേട്ടാ. ഡാലിയപ്പൂ കണ്ട. ഡാലിയ എങ്ങനെയാണ് വെച്ച് പിടിപ്പിക്കുക, അതിൻ്റെ കെയറിങ്ങാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ കളറ് നമ്മുടെ നാട്ടിൽ ഒരുവിധം വീടുകളിലും കാണും. പെട്ടെന്ന് പിടിച്ച് കിട്ടണ ഒരു ഡാലിയയും കൂടിയും ഇത്. നല്ലൊരു കളറ് ഡാലിയ. ഇത് ഒരുപാട് ഹൈറ്റിൽ ഇപ്പോൾ പോയിട്ടുണ്ട് ഈ ഡാലിയ. ഇത്രയ്ക്ക് ഹൈറ്റ് വേണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വളർന്ന് കഴിയുമ്പോൾ ഇതിനെ നമുക്ക് പ്രൂൺ ചെയ്ത് വിടാം. പ്രൂൺ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ താഴെ തന്നെ കുറേ ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ല ബുഷായി നിൽക്കും. ഇതിപ്പോൾ ഞാൻ അധികം ശ്രദ്ധിക്കാത്ത കാരണമാണ് ഇതിപ്പോൾ ഇങ്ങനെ വളർന്നു പോയിട്ടുള്ളത്. ഡാലിയയ്ക്ക് പിന്നെ വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് വെയിൽ വേണം. നല്ല വെയിലുണ്ടെങ്കിലാണ് ഇത് നല്ല ഇതിൽ വളർന്നു വരുള്ളൂ ഡാലിയ പ്ലാന്റ്. ഇത് എൻ്റെ ഈ ഡാലിയ നല്ല വെയിലത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഭയങ്കര ഹൈറ്റിൽ പോയിട്ട് പൂവിട്ട് കുറേ പൂവ് ഇതുമുണ്ടായിട്ടാ. ഒരു 10 പൂവെങ്കിലും ഇപ്പോൾ ഇതിൽ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും കണ്ട ഉണങ്ങി നിൽക്കണ പൂക്കൾ, ഇതൊക്കെ ഉണങ്ങി നിൽക്കണ പൂക്കൾ. ഇത് വിരിഞ്ഞ് കഴിഞ്ഞതാ. ഇതൊക്കെ വാടി തുടങ്ങി. ഇത്രയും ഹൈറ്റിൽ പോയ ഡാലിയരെ ചട്ടി നീ കാണുന്നത് കണ്ട. കടയിൽ നിന്നൊക്കെ മുളച്ച് വരുന്നത് നല്ലതായിട്ട് ഒരുപാട് ചെറിയ ചെറിയ കമ്പുകൾ ദേ ഇവിടെ നിന്ന് വരുന്നുണ്ട്. കണ്ട കൊമ്പുകൾ മുളച്ച് വരുന്ന ബ്രാഞ്ചസ് ഇവിടെ നിന്ന് മുളച്ചത്. ഭയങ്കര ഹൈറ്റിൽ പോയിട്ടുണ്ട്. ഒരു 6 അടി ഹൈറ്റിൽ പോയിട്ടുണ്ട് ഈ ഡാലിയ. ഡാലിയ നടാൻ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇതേപോലത്തെ ചെറിയ തണ്ടുകൾ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. എപ്പോഴും ഇങ്ങനെ 4 ഇലയായിട്ടുള്ള കൊച്ചു കൊച്ചു തണ്ടുകൾ നട്ടുപിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക്. അതേപോലെ തന്നെ വളമില്ലാത്ത മണ്ണ്, സാധാ ഗാർഡൻ സോയിൽ എടുത്തിട്ട് വേണം നമ്മൾ, ഒരു വളവും ഇല്ലാത്ത മണ്ണിൽ വേണം ഇതാദ്യം നമ്മൾക്ക് വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ വളമൊന്നും ചേർക്കാത്ത ഒരു മണ്ണ് തിരഞ്ഞെടുത്ത് അതിൽ നമ്മൾ ഈ ഡാലിയരെ തണ്ടുകൾ കുത്തിപ്പിടിപ്പിക്കണം ആദ്യം തന്നെ. അപ്പോൾ ഇതേപോലെ പതുക്കെ നമ്മൾ മണ്ണിലൊന്ന് ഇറക്കി കൊടുത്താൽ മതി കുത്തിപ്പിടിപ്പിക്കാനായിട്ട്. എത്ര എണ്ണം വേണമെങ്കിലും നമുക്കൊരു ചട്ടിയിൽ ഇതേപോലെ കുത്തിപ്പിടിപ്പിച്ച് വയ്ക്കുക. ഓരോന്നോരോന്നായിട്ട് കണ്ട ഇതേപോലെ കുത്തി വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു ആഴ്ച കഴിയുമ്പോഴേക്കും ഈ കുത്തി കൊടുത്ത ഈ തണ്ടുകൾക്കൊക്കെ വേരുകൾ വരാൻ തുടങ്ങും. അപ്പോൾ ഇത് നട്ട് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് ഒരു ഷെയ്ഡിൽ തണലത്ത് കൊണ്ടുവയ്ക്കുക. ഇത് വേര് പിടിച്ച് കിട്ടണ വരെ നമ്മൾ തണലത്തേക്ക് മാറ്റി വയ്ക്കണം. ഒരാഴ്ച കഴിയുമ്പോൾ ഇതിലൊക്കെ വേര് വന്ന് തുടങ്ങും. വേര് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന് പുതിയ ഇലകൾ വരാൻ തുടങ്ങും. ഇലകൾ വന്ന് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഊരി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൽ വേരുകൾ. അപ്പോൾ വേറൊരു ചട്ടിയിലേക്ക് റീപോട്ട് ചെയ്ത് കൊടുക്കണം. റീപോട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ചട്ടിയെടുത്ത്, വലിയ ചട്ടിയെടുത്ത് അതിൽ കുറച്ച് മണലും ചാണകപ്പൊടിയോ എല്ലുപൊടി ആട്ടുംകാഷ്ടം നമുക്ക് ഇഷ്ടമുള്ള വളങ്ങളൊക്കെ മിക്സ് ചെയ്ത് ഇത് പതുക്കെ ഊരി എടുത്തു കഴിഞ്ഞാൽ വേരോട് കൂടിയിട്ട് പതുക്കെ ഒന്ന് നമ്മുടെ ചട്ടിയിലേക്ക് നട്ട് പിടിപ്പിക്കുക. പിന്നെ ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഡാലിയ നല്ല ഇതിൽ വളർന്നു വരാൻ തുടക്കം. ഞാനിപ്പം നട്ടുപിടിപ്പിച്ച ഡാലിയ തൈകളാണ്. അതുപോലത്തെ ചെറിയ ചെറിയ കമ്പുകൾ മുറിച്ച് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ഇതും അതാണ് കണ്ട. ഇതൊക്കെ അതേ നല്ല ഇതിൽ വളർന്ന് വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ഇതൊക്കെ അങ്ങനെ പിടിപ്പിച്ചിട്ടുള്ള ഡാലിയകളാണ്. ഇത് പിടിച്ച് കഴിഞ്ഞ് ഇലകളൊക്കെ വന്നു തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഒന്ന് അധികം ഹൈറ്റിൽ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് വളർന്ന് വരുമ്പോൾ തന്നെ അതിൻ്റെ കൂമ്പിൽ വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിൻ ചെയ്ത് കഴിഞ്ഞാൽ, പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കണ്ട ഒരുപാട് ബ്രാഞ്ചസ് അതിന് വരും, താഴെ തന്നെ വരും. അപ്പോൾ ഇത് അധികം ഹൈറ്റിൽ അങ്ങോട്ട് വരാണ്ട് കുറേ ബ്രാഞ്ചസ് വന്നിട്ട് പൂക്കൾ അധികം വരികയും ചെയ്യും. ഇങ്ങനെ നമ്മൾ വളർത്തിയെടുത്ത് കഴിഞ്ഞാൽ, ബ്രാഞ്ചസ് കൂടുതലായിട്ട് വളർത്തി കഴിഞ്ഞാൽ മൊട്ടുകളും അധികം വരികയും ചെയ്യും. ചെടി കാണാനും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാനായിട്ട്.
പിന്നെ ഡാലിയ എപ്പോഴും നല്ല വെയിലുള്ള 6 തൊട്ട് 8 മണിക്കൂർ വരെ വെയിലുള്ള സ്ഥലത്ത് വേണം നമ്മൾ ഡാലിയ വെച്ച് പിടിപ്പിക്കാൻ. അത് ഡയറക്റ്റ് ഇത് വെയിൽ കിട്ടണ ഇത് സ്ഥലം തന്നെ തിരഞ്ഞെടുക്കണം. ഡാലിയയുടെ സീസൺ എന്ന് പറയുന്നത് ജൂലൈ മാസമാണ് കേട്ടോ. ജൂലൈ മാസത്തിലാണ് ഡാലിയ പൂക്കൾ ഉണ്ടാവുന്ന ഒരു സീസൺ. ഡാലിയ പിന്നെ ഇതിൻ്റെ കമ്പ് മുറിച്ച് നട്ടിട്ടും ഇതിൻ്റെ അടിയിൽ കിഴങ്ങുകൾ ഉണ്ടാവും, ട്യൂബർ. അത് നട്ടിട്ടും നമുക്ക് ഇതിൻ്റെ പുതിയ തൈകൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. ചില ഡാലിയകൾ വിത്ത് പാവിയാൽ മുളയ്ക്കുന്ന ഡാലിയ പൂക്കളും ഉണ്ട് കേട്ടോ. ഡാലിയയുടെ ജന്മദേശം മെക്സിക്കോണ്. ഡാലിയ നമ്മൾ നട്ട് ഒരു 8 ആഴ്ച കഴിയുമ്പോഴേക്കും അതിൽ പൂക്കൾ വന്നു തുടങ്ങും. 8 ആഴ്ച മതി ഒരു ഡാലിയ പൂത്തു തുടങ്ങാനായിട്ട്. ഡാലിയനെ കുറിച്ച് എനിക്കറിയുന്ന കാര്യങ്ങൾ ഇപ്പം ഞാൻ ഷെയർ ചെയ്തത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.